ആഭിചാര കർമ്മങ്ങൾ ആരെങ്കിലും ബാധിക്കാതെ ഇരിക്കുന്ന, ധൈര്യമുള്ളവര് ബാധിക്കില്ല. ചിലര് കാണാം എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യമായിട്ടിരിക്കുന്ന ആൾക്കാര്. അവര് അങ്ങനെ അധികം ഒന്നും ബാധിച്ചതായിട്ട് കണ്ടിട്ടുമില്ല. അങ്ങനെ ആൾക്കാരുണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് പറയാമെങ്കിലും ഇത് വലിയ മഹത് പുരുഷന്മാർക്കൊക്കെ ബാധിച്ചതായിട്ടൊക്കെ നമുക്ക് കഥകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ ഉപാസകരായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇത് ബാധിക്കാമെങ്കിൽ നമുക്കും ബാധിക്കാം. ഇത് കേവലം മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു മനോബലമില്ലായ്മയുടെ കാര്യമല്ല ഇത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില എനർജീസ് ഉണ്ട്. മന്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള ക്രമങ്ങൾ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഇവരുടെ മാനസിക നിലവാരമാണ് തളരുക. അപ്പൊ പിന്നെ ഇവർക്ക് മനോബലം ഉണ്ടാവില്ല. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ തകർന്നു കഴിഞ്ഞാൽ മാനസികമായി തകരുമല്ലോ. ഇപ്പൊ എത്ര ധീരനായിട്ടുള്ള ഒരാളും അയാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മേഖലയിൽ അയാൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മനോധൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ എഫക്ട് ചെയ്യും. അത് കൃത്യമായി ഇത് ഈ കൂടോത്രം ചെയ്യുന്ന ആൾക്കാർ അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കി രാശിപ്രകാരമൊക്കെ നോക്കി ചെയ്യുന്ന കുറെ ക്രമങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് ബാധിക്കും. അതായത് ചില ഗ്രഹങ്ങൾ നമുക്ക് ബലമില്ലാതെ നിൽക്കുന്ന സമയങ്ങളുണ്ട്, നമുക്ക് ജാതകവശാൽ ബലം കുറയുന്ന സമയമുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് കൂടോത്രം ചെയ്യും. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൃക്ഷങ്ങളെ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ വൃക്ഷങ്ങളുടെ സമിത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെ ഇത് നമ്മളെ ബാധിക്കാവുന്ന എല്ലാ വിധത്തിലും നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ആഭിചാരം. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അത് എഫക്റ്റ് ആവും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.